നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മുൻ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനെയും മകളെയും ഒക്കെ അറസ്റ്റ് ചെയ്യുമോ എന്നുള്ള പേടിയിൽ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ നാട്ടിൽ നടന്ന ഒരു പേക്കൂത്ത് നമ്മളൊക്കെ കണ്ടു. അതായത് വീണ വിജയനെതിരെയുള്ള മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് ED അന്വേഷണത്തിനെത്തിയ ED ഉദ്യോഗസ്ഥരെ ആക്രമിക്കുന്ന ഒരു കൂട്ടം പാർട്ടി പ്രവർത്തകർ. നമുക്കറിയാം, ഒരു അന്വേഷണത്തിനെത്തിയ ഉദ്യോഗസ്ഥരെ ഇത്തരത്തിൽ അതിദാരുണമായിട്ട് ആക്രമിക്കുന്ന കേസ് കേരളത്തിൽ മറ്റൊന്നുണ്ടോ എന്ന് പോലും സംശയമാണ്. അത്തരത്തിലായിരുന്നു ഭരണം നഷ്ടപ്പെട്ട സമയത്ത് പിണറായിയെ പോലും കുടുക്കുമോ എന്നുള്ള പേടിയിൽ, അല്ലെങ്കിൽ പിണറായി അടക്കം കുരുങ്ങുമോ എന്നുള്ള പേടിയിൽ ഒരു കൂട്ടം സഖാക്കന്മാർ തമ്പടിച്ചുകൊണ്ട് ED അന്വേഷണ സംഘത്തെ ആക്രമിച്ച രീതി. അന്ന് നെഞ്ചും പിരിച്ച് അവിടെ ഉണ്ടായിരുന്ന ഒരാളുണ്ട്, ബിനീഷ് കോടിയേരി. നമുക്കറിയാം, സമാന രീതിയിൽ ഒരിക്കൽ ലഹരി കേസുമായി ബന്ധപ്പെട്ട് ബിനീഷ് കോടിയേരിക്കെതിരെ ഒരു ED അന്വേഷണം വന്ന സമയത്ത് അന്ന് പാർട്ടിയും പിണറായിയും ബിനീഷ് കോടിയേരിയെ കൈവിട്ട കാര്യമാണ് നമ്മളൊക്കെ കണ്ടത്. അന്ന് മകനെ സംരക്ഷിക്കാൻ പാർട്ടി കൂടെ നിന്നില്ല, പിണറായി അതിന് ഒന്നും നോക്കുക പോലും ചെയ്തില്ല, തലതിരിഞ്ഞു നിന്നു എന്ന തരത്തിൽ കോടിയേരി രാജിവെച്ചതടക്കം നമ്മൾ കണ്ടതാണ്. അത്തരത്തിൽ അന്ന് അച്ഛൻ തൻ്റെ മകനെടുത്ത നിലപാട് ഇപ്പോൾ നേരെ വ്യത്യസ്തമായോ ഇവിടെ എന്നുള്ളൊരു ചോദ്യവും പിന്നീട് ഉയർന്നു കേട്ടു. അച്ഛനെയും മകനെയും മറന്ന പാർട്ടിയും പാർട്ടി പ്രവർത്തകനും പിണറായിക്കും വേണ്ടി ബിനീഷ് കോടിയേരി എന്തിനെ പിണറായിയുടെ വീടിന് മുൻപിൽ കാവലിരിക്കണം എന്നുള്ള ചോദ്യങ്ങളാണ് പിന്നീട് ഉയർന്നത്. ഇപ്പോഴിതാ ഇത്തരം ചോദ്യങ്ങൾക്കും ഇത്തരം അറസ്റ്റിനുമൊക്കെയായി ബന്ധപ്പെട്ട് ബിനീഷ് കോടിയേരി പ്രതികരണവുമായിട്ട് രംഗത്തെത്തുകയാണ്. പിണറായിയെ അറസ്റ്റ് ചെയ്യുക എന്നുള്ള ഒരു ഗൂഢലക്ഷ്യമായിരുന്നു ഇത്തരം അന്വേഷണ സംഘത്തിന്റെ വരവിലൂടെ ഉദ്ദേശിച്ചതെന്നും തന്നെ അറസ്റ്റ് ചെയ്തത് പോലും അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന്, അതായത് മുൻ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനെതിരെ മൊഴി നൽകാത്തതിന്റെ പേരിലാണ് എന്നും ബിനീഷ് കോടിയേരി ഇപ്പോൾ വ്യക്തമാക്കുന്നു, അല്ലെങ്കിൽ പ്രതികരിക്കുന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയത്താണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തന്നെ ലക്ഷ്യം വെച്ചുകൊണ്ട് വന്നത് എന്നാണ് ബിനീഷ് മാതൃഭൂമിക്ക് നൽകിയിട്ടുള്ള അഭിമുഖത്തിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത്. പിണറായി വിജയനെതിരെ ഒരു മൊഴി ഒപ്പിട്ടു വാങ്ങുക എന്നതായിരുന്നു അന്നത്തെ EDയുടെ പ്രധാനപ്പെട്ട അജണ്ട എന്നുള്ളതാണ് ബിനീഷിന്റെ ആരോപണം. പിണറായിക്കെതിരെ കോടിയേരി എന്ന രീതിയിൽ മാധ്യമപ്രവർത്തകർ വാർത്തകൾ ചമയ്ക്കാനും പാർട്ടിയെ പ്രതിരോധത്തിലാക്കാനും അവർ പദ്ധതിയിട്ടിരുന്നു എന്ന് ബിനീഷ് കുറ്റപ്പെടുത്തുന്നു. ഈ ആവശ്യങ്ങൾക്ക് വഴങ്ങാതിരുന്നതോടെയാണ് തന്റെ വീട്ടിൽ ദിവസങ്ങളോളം നീണ്ട റെയ്ഡ് നടന്നതെന്നാണ് ബിനീഷിന്റെ വ്യക്തമാക്കൽ. അമ്മയെയും ഭാര്യയെയും അറസ്റ്റ് ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തി സ്റ്റീൽ വച്ച വാറന്റുകൾ കാണിക്കുകയും 2 വയസ്സ് മാത്രം പ്രായമുള്ള തൻ്റെ രണ്ടാമത്തെ മകളെപ്പോലും ഉറങ്ങാൻ അനുവദിക്കാത്ത പോലെ ചോദ്യം ചെയ്യുകയും ചെയ്തുകൊണ്ട് കടുത്ത മാനസിക പീഡനമാണ് ED ഉദ്യോഗസ്ഥർ അഴിച്ചുവിട്ടതെന്നാണ് ബിനീഷിന്റെ ഓർമ്മപ്പെടുത്തൽ. ജയിലിലായപ്പോൾ പാർട്ടി എന്തുകൊണ്ട് സഹായിച്ചില്ല എന്നുള്ള ചോദ്യത്തിന് ബിനീഷ് മറുപടി പറയുന്നു. കർണാടകയിലെ പരപ്പന അഗ്രഹാര ജയിലിൽ അതീവ ദയനീയമായ സാഹചര്യത്തിലാണ് 1 വർഷത്തോളം കഴിഞ്ഞത്. കോവിഡ് മഹാമാരി രൂക്ഷമായതിനാൽ ആഴ്ചയിൽ 1 മാത്രം ലഭിച്ചിരുന്ന 5 മിനിറ്റ് ഫോൺ കോളിൽ അച്ഛൻ കോടിയേരി ബാലകൃഷ്ണൻ നൽകിയ ആത്മവിശ്വാസത്തിൽ പിടിച്ചു നിന്നു. മാനസികമായി തകർന്ന് ആത്മഹത്യയെക്കുറിച്ച് പോലും ചിന്തിച്ച ഭയാനകമായിട്ടുള്ള രാത്രികളിൽ കിടപ്പിലായിട്ടും പോരാടുന്ന സഖാവ് പുഷ്പന്റെ ജീവിതം ഓർക്കാൻ അച്ഛൻ ഉപദേശിച്ചു. ജയിലിലെ കഠിനമായിട്ടുള്ള ദിവസങ്ങളിൽ 82ഓളം പുസ്തകങ്ങൾ വായിക്കാൻ കഴിഞ്ഞത് അച്ഛന്റെ ഈ വഴിതിരിച്ചുവിടൽ കൊണ്ട് മാത്രമാണ്. കേസിൽപ്പെട്ടപ്പോൾ തന്നെ സംരക്ഷിക്കാൻ പാർട്ടി വരില്ലെന്നും സ്വന്തം നിലയ്ക്ക് കുറ്റവിമുക്തനാകണമെന്നും അച്ഛൻ ആദ്യമേ തന്നെ വ്യക്തമാക്കിയതാണ്. അത് പാർട്ടിയുടെ കേഡർ സംവിധാനത്തിന്റെ ശൈലി അങ്ങനെയാണ്. ജയിലിൽ നിന്നിറങ്ങിയ ശേഷം പാർട്ടി എന്തുകൊണ്ട് സഹായിച്ചില്ല എന്ന് അച്ഛനോട് പരാതിപ്പെട്ടപ്പോൾ ഇത്രയും വലിയ പ്രതിസന്ധിയിൽ നിന്നും നീ സ്വയം പുറത്തു വന്നത് ഈ പാർട്ടിയോട് ചേർന്ന് സഞ്ചരിച്ചത് കൊണ്ടാണെന്നായിരുന്നു കോടിയേരിയുടെ മറുപടി. അച്ഛന്റെ വേർപാടിന് ശേഷം പാർട്ടി തിരിഞ്ഞു നോക്കിയില്ല എന്ന് അമ്മ വിനോദിനി പറഞ്ഞതിന്റെ പശ്ചാത്തലം പിന്നീട് പാർട്ടി നേതൃത്വത്തെ ബോധ്യപ്പെടുത്തിയതായും ബിനീഷ് കൂട്ടിച്ചേർത്തു. അതേസമയം പൊതുദർശന വിവാദവുമായി ബന്ധപ്പെട്ട്
പാർട്ടി മെമ്പർഷിപ്പുമായി ബന്ധപ്പെട്ടുള്ള ചില വെളിപ്പെടുത്തലും ബിനീഷ് നടത്തുന്നു. കോടിയേരി ബാലകൃഷ്ണന്റെ ഭൗതിക ശരീരം തിരുവനന്തപുരത്തെ AKG സെന്ററിൽ പൊതുദർശനത്തിന് വെക്കാതെ കണ്ണൂരിലേക്ക് കൊണ്ടുപോയത് പാർട്ടിയുടെ കൂട്ടായ തീരുമാന പ്രകാരമാണ്. EK നായനാർ, VS അച്യുതാനന്ദൻ, ചടയം ഗോവിന്ദൻ എന്നിവരുടെ കാര്യത്തിൽ എന്ന പോലെ പാർട്ടി എടുത്ത തീരുമാനത്തോട് കുടുംബം പൂർണ്ണമായി സഹകരിക്കുകയായിരുന്നു. കുടുംബവുമായി ആലോചിച്ചാണ് തീരുമാനമെടുത്തതെന്ന പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദന്റെ പ്രസ്താവനയോട് അദ്ദേഹം പൂർണ്ണമായി യോജിക്കുന്ന തരത്തിലാണ് പ്രതികരണം. കേസിൽപ്പെട്ടപ്പോൾ പാർട്ടി മെമ്പർഷിപ്പിൽ നഷ്ടപ്പെട്ടു എന്ന വാർത്തകൾ ബിനീഷ് നിഷേധിച്ചിരുന്നു. തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ ഓഫീസുമായി ബന്ധപ്പെട്ട് ED റെയ്ഡ് നടക്കുന്നതിന് ഒരാഴ്ച മുൻപ് തന്നെ പാർട്ടി അംഗത്വം പുതുക്കി എന്നാണ് വ്യക്തമാകുന്നത്. പാർട്ടി സെക്രട്ടറിയുടെ നിർദ്ദേശപ്രകാരം A റഹീമും ജോയി സാബുവും ആവശ്യപ്പെട്ടതനുസരിച്ചാണ് പാർട്ടി അംഗത്വം പുതുക്കപ്പെടുന്നത്. അവിടെ നടന്ന റെയ്ഡിലെ സംഘർഷം സഖാക്കളുടെ അതിവൈകാരികത കൊണ്ട് സംഭവിച്ചതാണെന്നും ഒരു പാർട്ടി പ്രവർത്തകൻ എന്ന നിലയിൽ ജനക്കൂട്ടത്തെ പിന്തിരിക്കാനാണ് താൻ ശ്രമിച്ചതെന്നും ബിനീഷ് ചൂണ്ടിക്കാട്ടുന്നു. എന്തായാലും തിരഞ്ഞെടുപ്പ് തോൽവിയും കമ്മ്യൂണിസ്റ്റ് തിരുത്തലിനെ കുറിച്ചും ബിനീഷ് ഇപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചു തുടങ്ങിയിട്ടുണ്ട്. നിയമസഭാ തിരഞ്ഞെടുപ്പിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ദയനീയ തോൽവിയെക്കുറിച്ച് ബ്രാഞ്ച് തലം മുതൽ ആഴത്തിലുള്ള ചർച്ചകൾ നടക്കുകയാണെന്നാണ് ബിനീഷ് വ്യക്തമാക്കുന്നത്. ജനങ്ങൾക്ക് ആവശ്യമായതെല്ലാം ഭരണത്തിലൂടെ നൽകിയിട്ടും എന്തുകൊണ്ട് ജനങ്ങൾ തിരിച്ചു ചിന്തിച്ചു എന്ന് പാർട്ടി പരിശോധിക്കേണ്ടതുണ്ട്. സാമ്പത്തിക അടിസ്ഥാന സൗകര്യം വികസനങ്ങൾ മാത്രം ലക്ഷ്യം വെക്കുമ്പോൾ ജനങ്ങൾക്ക് രാഷ്ട്രീയ ബോധം നഷ്ടപ്പെടുന്നുണ്ടോ എന്ന് EK നായനാരുടെ വാക്കുകൾ കടമെടുത്തായിരുന്നു ബിനീഷിന്റെ പ്രതികരണം. പരമ്പരാഗത രാഷ്ട്രീയ പ്രവർത്തന രീതികളിൽ മാറ്റം വരണമെന്നും വരും തലമുറയായ ജെൻസി വിഭാഗത്തെ അവരുടെ ഭാഷയിൽ അഭിസംബോധന ചെയ്യാൻ പാർട്ടിക്ക് കഴിയണമെന്നും അദ്ദേഹം ഓർമ്മപ്പെടുത്തുന്നു. പയ്യന്നൂരിലും തളിപ്പറമ്പിലും പാർട്ടി തോൽക്കാൻ പാടില്ലായിരുന്നു എന്നും ബിനീഷ് ചൂണ്ടിക്കാട്ടി. തെറ്റുകൾ സംഭവിച്ചാൽ അത് ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു പറഞ്ഞ് തിരുത്താൻ തയ്യാറാകാനുള്ള മെക്കാനിസം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുണ്ടെന്നും 2019 ലോക്സഭാ തോൽവിക്ക് ശേഷം ഗ്രൗണ്ട് വർക്ക് ചെയ്ത് 2021 വൻ തിരിച്ചുവരവ് നടത്തിയത് അതിന്റെ ഉദാഹരണമാണെന്ന് ബിനീഷ് കോടിയേരി വ്യക്തമാക്കി. കോടിയേരിയുടെ ശൈലിയും MV ഗോവിന്ദന്റെ ശൈലിയും വ്യത്യസ്തമാണെന്നും ഓരോ നേതാക്കൾക്കും അവരുടേതായിട്ടുള്ള പ്രവർത്തന ശൈലികൾ ഉണ്ടാകുമെന്നും ബിനീഷ് ഓർമ്മപ്പെടുത്തി. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിക്കെതിരെയും മകൾ വീണ വിജയനെതിരെയും നിയമപോരാട്ടം നടത്തുന്ന ഷോൺ ജോർജ് തന്റെ 26 വർഷക്കാലത്തെ അടുത്ത സുഹൃത്താണ് എന്നും ബിനീഷ് വ്യക്തമാക്കുന്നു. ലോ അക്കാദമിയിൽ 2002 മുതൽ ആരംഭിച്ച ഈ സൗഹൃദം 2 വ്യത്യസ്ത രാഷ്ട്രീയ ധ്രുവങ്ങളിലാണ് സഞ്ചരിക്കുന്നത്. വ്യക്തിബന്ധങ്ങൾ തുടരുമ്പോഴും ഷോണിന്റെ രാഷ്ട്രീയ നിലപാടുകളോട് കടുത്ത വിയോജിപ്പുകളുണ്ട് എന്നും അവൻ പാർട്ടിയെ ആക്രമിക്കാൻ വരുമ്പോൾ അതിന് മുന്നിൽ നിന്ന് പ്രതിരോധിക്കുക എന്നത് തന്റെ രാഷ്ട്രീയ ഉത്തരവാദിത്തമാണെന്നും ബിനീഷ് വ്യക്തമാക്കി. നിലവിൽ വക്കീലായി പ്രാക്ടീസ് ചെയ്യുന്നതിനൊപ്പം തന്നെ കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ ഭാഗമായും സിനിമകളിലുമൊക്കെ പ്രവർത്തിക്കുകയാണ് ബിനീഷ് കോടിയേരി. എങ്കിലും സജീവ പൊതുപ്രവർത്തന രംഗത്തേക്ക് കൂടെ താൻ നിൽക്കാൻ താല്പര്യപ്പെടുന്നുവെന്നും ബിനീഷ് പറയുന്നു. എന്തായാലും ബിനീഷ് വീണ്ടും ചർച്ചകൾക്ക് ഇടം പിടിക്കുകയാണ്. ബിനീഷിന്റെ വാക്കുകൾ അച്ഛന്റെ ഒരു തീരുമാനപ്രകാരം തന്നെയാണോ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ എന്ന തരത്തിലൊക്കെയാണ് സൂചനകൾ വരുന്നത്. കാരണം ഒരിക്കൽ പാർട്ടി പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ പാർട്ടി കൈവിട്ട ഒരു രീതിയിൽ മനം നൊന്ത് നിന്നിരുന്ന മനുഷ്യരാണെന്ന് അദ്ദേഹം ഈ ലോകത്തില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇന്ന് മകനെടുക്കുന്ന തീരുമാനങ്ങൾ അതിനോടൊപ്പമായിരിക്കുമോ അച്ഛൻ എന്നുള്ള ഒരു ചോദ്യങ്ങൾ അവിടെ അവശേഷിക്കുന്നുണ്ടോ?